വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ സംഗീത ഡേൻ്റെ വീഡിയോ ആണ്. ഞാൻ ഒരു ഷോർട്സ് ഇട്ടപ്പോൾ ഞാൻ ചോദിച്ചിരുന്നു ഇതിൻ്റെ ലോങ് വീഡിയോ വേണം. അപ്പോൾ കുറച്ച് ആൾക്കാർ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇതാണ് വീഡിയോ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. അപ്പോൾ സംഗീതിൻ്റെ ഔട്ട്ഫിറ്റ് എടുക്കാൻ വേണ്ടി നമ്മൾ പോയത് പെരിന്തൽമണ്ണ ആശ കോംപ്ലക്സിലുള്ള മെഹന്തിയിലോട്ടാണ്. അവിടെ അത്യാവശ്യം നല്ല കളക്ഷൻസ് എല്ലാം ഉണ്ട്. ജ്വല്ലറി ആയിക്കോട്ടെ, അതേപോലെ ഔട്ട്ഫിറ്റ്സ് ആയിക്കോട്ടെ, എല്ലാം നല്ല ഉണ്ട്. ഒരു റെഡ് ലെഹങ്കയാണ് എടുത്തത്. അതിനുശേഷം നമ്മൾ ചപ്പൽ എടുക്കാനാണ് പോയത്. ഇതും പെരിന്തൽമണ്ണ ഉള്ള ഒരു ഷോപ്പിലാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഫാൻസി തിങ്സ് ഒക്കെ വാങ്ങാണ്ടായിരുന്നു. ഞാനും എൻ്റെ കസിനും കൂടെ ഇരുന്ന് പോയത്. പിന്നെ ചെറുതായിട്ട് മെഹന്തി ഒക്കെ ഇട്ട് ചെറുതായിട്ടുള്ള മെഹന്തിയും അതേപോലെ തന്നെ കുറച്ച് പ്രാക്ടീസൊക്കെ ചെയ്തിട്ട് അന്നത്തെ ദിവസം എല്ലാവരും ഫ്ലാറ്റായി. പിന്നെ പിറ്റേ ദിവസം ആദ്യം തന്നെ വാവാച്ചി എനിക്ക് നെയിൽ പോളിഷ് ഇട്ട് തരികയാണ്. കാരണം ഞാൻ നെയിലൊന്നും അപ്ലൈ ചെയ്തിട്ടുണ്ടായില്ല. എന്തൊക്കെ പറഞ്ഞാലും അവസാനം എൻ്റെ അനിയത്തി മാത്രമേ എൻ്റെ കൂടെ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മളെ നന്ദൻ എത്തിയിട്ടുണ്ട്. അപ്പോഴേക്കും മേക്കപ്പ് ആർട്ടിസ്റ്റ് വന്ന് മേക്കപ്പ് എല്ലാം ചെയ്തെന്ന്. ഇതാണ് ഫൈനൽ ലുക്ക്. ഈ ലുക്ക് ക്രിയേറ്റ് ചെയ്തത് ഗ്ലാമിഫൈഡ് ബൈ ഫസ്ന പറഞ്ഞ ഒരു ഇൻസ്റ്റാ പേജ് ഉണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ എന്നുള്ള ടാസ്ക് വെച്ചാൽ ഈ പാവാട വെച്ച് കാറ് കയറാൻ ഒരു വിധത്തിൽ കയറിയുണ്ട്. പിന്നെ ഓഡിറ്റോറിയത്തിലെത്തി. ആസ് യൂഷ്വൽ ഞാനായിരുന്നു ലാസ്റ്റ് എത്തിയത്. അത്രയ്ക്ക് ലേറ്റായിട്ടുണ്ടായിരുന്നു. അപ്പത്തിനും വീഡിയോഗ്രാഫറും ഫോട്ടോ ഒക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ളത് എൻട്രി. ഒരു അടിപൊളി എൻട്രി ആയിരുന്നു. ഇതിൻ്റെ വീഡിയോസ് ഷോർട്സൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്, എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കാരണം ലോങ് വീഡിയോയിൽ മ്യൂസിക് വന്നാൽ കോപ്പിറൈറ്റ് കിട്ടും. അപ്പോൾ എല്ലാവരും ചെക്ക് ചെയ്തൊക്കെ മറക്കരുത്. അപ്പോൾ എൻട്രിയിലുള്ള ഫോട്ടോഷൂട്ടും വീഡിയോ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റേജിലോട്ട് കയറിയിട്ടുണ്ട്. ഈ ഒരു പ്രോഗ്രാം മെയിനായിട്ട് എൻ്റെ ക്ലാസ്സിലുള്ള ഫ്രണ്ട്സിന് വെച്ചതാണ്. കാരണം ഇവർക്കൊന്നും എൻ്റെ കല്യാണത്തിന് വരാൻ പറ്റില്ല, കാരണം എക്സാമിൻ്റെ ടൈമാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ പ്രോഗ്രാം ഫ്രണ്ട്സിന് വേണ്ടി മാത്രം വെച്ചത്. അപ്പോൾ മെയിനായിട്ട് ഓരോന്നായിരുന്നു. പിന്നെ നമ്മളെ ക്ലോസ് ആയിട്ടുള്ള ഫാമിലി, ഫ്രണ്ട്സ്, കസിൻസ്, അടുത്ത ആൾക്കാർ മാത്രം ഉണ്ടായിട്ടുള്ള ഒരു പ്രോഗ്രാമായിരുന്നു. ഈ ഒരു സംഭവം ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. കാരണം ഞാൻ തീരെ വിചാരിച്ചിട്ടില്ല. എൻ്റെ ഫ്രണ്ട് നന്ദനും കസിനും ജിൽവയും കൂടെ കൂടിയിട്ട് ആങ്കറിങ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് ഭാഗങ്ങൾ കണ്ടുവെക്കാം. നിങ്ങൾ എൻ്റെ മുന്നത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, എൻ്റെ ഉമ്മമ്മ നല്ല പാട്ട് പാടും. അപ്പോൾ ഉമ്മമ്മക്ക് വേണ്ടിയിട്ട് പാട്ടിന് വേണ്ടിയിട്ടുള്ളൊരു വെൽക്കമിങ് ആണ് ചെയ്യണത്. അതൊരു ക്വസ്റ്റ്യൻ റൗണ്ട് പോലെ ചെയ്തതാണ് അവർ. അതേതായാലും അടിപൊളിയായിട്ടുണ്ട്. എന്താ പാട്ടൊക്കെ പഠിക്കാൻ തുടങ്ങിയതാണ് ഞാൻ കേട്ടത്. എല്ലാരും ഉഷാറോടെ ഒരു കൈയടി കൊടുത്ത് ഉമ്മൂനെ സ്റ്റേജിലേക്ക് അപ്പോൾ ഉമ്മമ്മാൻ്റെ ഒരു അടിപൊളി പാട്ടൊക്കെ കേട്ടില്ലേ. സത്യം പറഞ്ഞാൽ വീഡിയോ അത്ര ക്ലിയർ ഒന്നും ഉണ്ടാവില്ല, കാരണം ആരാ എടുത്തതെന്ന് എനിക്കറിയില്ല. ഇതാണ് എൻ്റെ ഫാമിലി. എനിക്ക് 3 അനിയന്മാരും ഒരനിയത്തിയും പിന്നെ മമ്മയും ഉപ്പച്ചിയാണുള്ളത്. ഇതിൻ്റെ നേരെ താഴെയുള്ള അനിയനാണ്. പിന്നെ അങ്ങനെ കുറേ ഫോട്ടോഷൂട്ടും ഒക്കെ കഴിഞ്ഞ് എല്ലാവരും വന്ന് ഫോട്ടോ എടുക്കലും അത് കഴിഞ്ഞിട്ട് കസിൻസിൻ്റെയും ഫ്രണ്ട്സിൻ്റെയും അടിപൊളി ഡാൻസ് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ടോ എങ്ങനെയുണ്ട് പറയും. എനിക്ക് ഫുള്ള് ആഡ് ചെയ്യാൻ പറ്റില്ല, കാരണം കോപ്പിറൈറ്റ് ഉണ്ടാവുകൊണ്ട്. എനിക്കാണെങ്കിൽ എവിടെ പാട്ട് കേട്ടാലും തുള്ളണം, ആ ഒരു ടൈപ്പാണ് ഞാൻ. അപ്പോൾ ആര് ഡാൻസ് കളിക്കുമ്പോഴും ഞാൻ വെറുതെ വിടൂല, എനിക്ക് അറിയണ പോലെ ഞാൻ കളിക്കുന്നുണ്ട്. അപ്പോൾ കണ്ടോക്കി. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. പരിപാടികളൊക്കെ കഴിഞ്ഞു ഗൈസ്.
അത് കഴിഞ്ഞിട്ട് നമ്മൾ ഔട്ട്ഡോർ ഫോട്ടോഷൂട്ടിനാണ് പോയത്. പക്ഷെ അവിടെ മുതലാക്കിയത് എൻ്റെ കസിൻസാണ്. എന്തായാലും ഓരെല്ലാം അടിപൊളിയായിട്ട് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ സംഗീതത്തിൻ്റെ ഔട്ട്ഫിറ്റാണ്. അപ്പോൾ ഇറ്റ്സ് അൺറെഡി. അപ്പോൾ എവിടെ നിന്ന് തുടങ്ങണം നന്ദന? മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ടാസ്ക് എന്താ പറയുക, ഇതൊക്കെ അഴിച്ചു മാറ്റുക എന്നുള്ളത്. അതിൻ്റെ അത്ര ദേഷ്യമുള്ള കാര്യം വേറെ ഒന്നുമില്ല. അപ്പം ഞാൻ അധികം സംസാരിച്ച് ലാഗാക്കണില്ല. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മളെ കല്യാണ വീഡിയോസൊക്കെ വരുന്നുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.